ഈ വിശാഖനും കൂടെ കൂടിക്കൊണ്ട് സാറേ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പൈസ വാങ്ങിച്ചോണ്ട് പോയത്. ഇപ്പൊ വാങ്ങിച്ചില്ലെന്നാ പറയുന്നത്. എനിക്ക് സഹിക്കാൻ വയ്യ. ഞങ്ങൾ മരണത്തിലേക്ക് എനിക്ക് വരുന്നു പൈസ പോയി ശരി തന്നെ. പക്ഷെ നമുക്ക് എങ്ങനെ പിടിച്ചെടുക്കാം? അങ്ങനെ 7 ലക്ഷം രൂപയെ സാറേ വാങ്ങിച്ചോണ്ട് പോയത്. എന്നിട്ട് ഈ ബീനായി സ്ത്രീകളെയും ഈ വിശാഖനും കൂടെ സാറേ വന്ന് വാങ്ങിച്ചോണ്ട് പോയത്. എന്റെ വീട്ടിൽ വന്നതാ. എന്നിട്ട് അവള് മുഖത്ത് നോക്കി കള്ളം പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ പൈസ തരണേ സാറേ. കേസ് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? കേസ് കൊടുത്തിട്ടുണ്ട്. ചേച്ചി പൈസ നിയമപരമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ ചേച്ചി? പക്ഷെ അങ്ങനെ വിഷമിച്ചിട്ടാവാതെ ജോലി വാങ്ങിച്ച് തരാന്ന് പറഞ്ഞു 7 ലക്ഷം രൂപ കാണിക്കില്ല. ഇതാണ് ജീവിച്ചതല്ലേ. പുള്ളി ജോലി ചെയ്ത പൈസ ഇടാൻ നമുക്കറിയാം. പക്ഷെങ്കിൽ പൈസ മോനിപ്പം എന്ത് ചെയ്യും? അവന് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കും. കുഴപ്പമൊന്നുമില്ല കേട്ടോ. കൊണ്ടുപോയി അത് ദൈവം തിരിച്ചുകൊണ്ട് തരുത്. ഈ സ്ത്രീകളെയും വിശാഖനും ബീനായും കൂടെ സാറേ എന്റെ വീട്ടിൽ വന്ന് എന്റെ കുഞ്ഞിന് ജോലി വാങ്ങിച്ച് തരാന്നും പറഞ്ഞ് 7 ലക്ഷം രൂപ വാങ്ങിച്ചോണ്ട് പോയത്. എന്നിട്ട് ബീന പറയുന്നു ഞാൻ വീട്ടിൽ വന്നിട്ടില്ലെന്ന്. ഞാൻ അങ്ങനെയൊക്കെയല്ലേ പറയുള്ളൂ. സൊസൈറ്റിയുടെ മറവിൽ വൻ തട്ടിപ്പ് ഈ ശ്രീകരയും ശ്രീകരയുടെ മകനും ശ്രീകരയുടെ ജ്യേഷ്ഠത്തെയും തൈക്കൂട്ടത്തി സക്കീർ എന്ന് പറയുന്ന ആളും കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട്. സക്കീർ മെച്ചുപോയൊക്കെ പിന്നെ ഞാൻ ഉൾപ്പെടെയുള്ളവർ കൊണ്ടു കൊടുത്ത പൈസ ജില്ലാ ബാങ്കിൽ ജോലി കൊടുക്കാം, ഇല്ലെങ്കിൽ കാശ് കൊടുക്കാവുന്നായിരുന്നു ഇവരുടെ വ്യവസ്ഥ. ഞാന് എന്റേതും എന്റെ ഭാര്യയ്ക്കും എന്റെ ചേട്ടത്തേക്കും നാട്ടുകാർക്കായിട്ടുള്ള പലർക്കും കൂടെ ചേർത്ത് 30 ലക്ഷം രൂപ തെറ്റുന്നു. തെറ്റിക്കഴിഞ്ഞപ്പം തൈക്കൂട്ടത്തി സക്കീർ അവിടെ കാറേ വന്നു. ഭയങ്കര പൈസക്കാരനാണ്, കാണാനും സ്മാർട്ടാണ്. അന്ന് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. അപ്പം തൈക്കൂട്ടത്തിൽ എന്നെ ഇവരുടെ വീട്ടിൽ വിളിച്ചു. വിശാഖന്റെ വീട്ടിൽ വിശാഖന്റെ ബെഡ്റൂമിൽ വെച്ച് പറഞ്ഞു ഇങ്ങനെ $1 1 കോടി രൂപ മലേഷ്യക്കാരി ഒരുത്തി വഴി ശ്രീകല കൊണ്ടുവരുന്നുണ്ട്. എല്ലാരും വിളിക്കും. പത്തനംതിട്ട SP അദ്ദേഹത്തിന്റെ അടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ പോയപ്പോ ഈ ഇടയ്ക്ക് അദ്ദേഹം ചോദിച്ച് വിളിച്ചാൽ വരത്തില്ലയോ? ഞാൻ പറഞ്ഞ സാറേ അതിന് സാറിനെയും നേരിട്ട് വന്ന് വിളിക്കേണ്ടി വരും. കാരണം ഞാൻ ഇതെല്ലാം പറയാൻ കാര്യം ഞാൻ നേരിലായിട്ട് ഇയാളെ വീട്ടിലുണ്ട്. ഈ ശ്രീകലയുടെ ജ്യേഷ്ഠത്തി തൈക്കൂട്ടത്തി സക്കീർ പുള്ളി മരിച്ചുപോയി. പുള്ളി മരിച്ചു പോകുന്നത് ഈ സംഭവം വന്നു കഴിഞ്ഞ് ഒരു 6 മാസത്തിനുള്ളിൽ പുള്ളി മരിച്ചുപോയി. അതിനെക്കുറിച്ചൊന്നും ബാക്കി എനിക്കറിയില്ല. ഇതിൽ വൻകിട ടീമുകളുണ്ട്. കാരണം ഇയാൾക്ക് ആക്സിഡന്റ് ആയ ടൈമിൽ എറണാകുളത്തു നിന്ന് DCC അംഗങ്ങൾ വരുവാന്ന് പറഞ്ഞു ഒരുപാട് വമ്പം പൈസ ടീമുകൾ. കാരണം ഓടിക്ക് മേളിലോട്ട് വരെയുള്ള കാറിലാണ് ഇയാളുടെ വീട്ടിൽ രാത്രിയിൽ ആള് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഈ താരയുടെ കേസില് അന്നിരുന്ന കൊടുമൺ SI ദേവ്, അന്ന് SI മാർക്കാ ചാർജ്. അപ്പൊ SI ദേവ് ഇവിടെ വന്നു. അദ്ദേഹത്തിന്റെ പേര് രാജീവ് എന്ന്. പുള്ളി പറഞ്ഞു നാളെ മുഖ്യമന്ത്രിയുടെ കേസിൽ നീ വന്നില്ല, നിന്നെ ഇവിടെ വന്ന് പോലീസ് ഔപചാരികമായിട്ട് കൊണ്ടുപോകുന്ന പോലെ നിന്നെ കൊണ്ടുപോകുന്നു. ഞാനും അവിടെ ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് പോയി. പിറ്റേ ദിവസം ഞാനിവിടെ ബാങ്കിലാണ്. ഞാൻ അവിടെ പോലീസ് വന്നപ്പം ഈ SI ദേവം വന്ന് പിടിച്ചപ്പോ ഇവര് കേറിയില്ല. SI പറഞ്ഞു ആരോ രാഷ്ട്രീയക്കാരെയും കൊണ്ട് വിളിച്ചു പറയിച്ചു. അപ്പൊ തന്നെ SI തിരിച്ചുപോയി. നാളെ രാവിലെ വന്നേക്കണം, വരാമെന്ന് പറഞ്ഞു. നാളെ രാവിലെ ഇവർ ചെന്നില്ല. SIക്കെതിരെ പീഡന കേസ്. സ്ത്രീകളോട് ആര് പിടിയാൻ്റെ ഉടനെ ബലാത്സംഗ കേസ് ചാർജ് ചെയ്യും ഉടൻ. പിന്നെ പുള്ളി പറയുന്നത് അവര് DYSP കുറഞ്ഞ ഒരു പോലീസുകാരെടുത്തും അവര് വരത്തില്ലെന്നും. തന്നെ ഇവരെല്ലാം പറയുന്ന ചടയമംഗലം പൊന്നമ്മ എന്ന് പറയുന്ന സ്ത്രീയാണ് ഈ തട്ടിപ്പിലെ ആദ്യത്തെ ആള്. ഈ ചടയമംഗലം പൊന്നമ്മ എന്ന് പറയുന്ന ആള് ഇവരുടെ കൂട്ടുകാരാണ് ഇത്രയും പേര്. ചടയമംഗലം പൊന്നമ്മ എന്ന് പറയുന്ന സ്ത്രീയെ ചടയമംഗലത്തുള്ള ഒരാളാണ്. ഈ സ്ത്രീകളെ തട്ടിപ്പ് പഠിപ്പിച്ചവരാണ്. ഇയാൾ ആർക്ക് ചെക്ക് കൊടുത്തത്? ഇതാണ് ഇയാളുടെ ഒറിജിനൽ ഒപ്പ്. ഇതേ ഉള്ളൂ. ബാക്കിയെല്ലാം കലയിടുന്ന കലയാളുടെ മുഖ്യമന്ത്രിയുടെ ഒപ്പ് വരെ കലയിടുന്നു. കണ്ട എന്റെ ഭാര്യയുടെ 4 പവൻ സ്വർണ്ണം എന്റെ പുള്ളിയുടെ വിജയം കച്ചാടണം. പുള്ളിയുടെ പേരൊക്കെ മറന്നുപോയി. അവർ ഇഞ്ചക്ഷൻ എടുക്കാൻ 60,000 രൂപയാകും. അപ്പം ഞാൻ അവിടെ ഓടിച്ചെന്ന് തന്നെ കയ്യെ കിടന്ന് വളരെ 2.5 പവന്റെ ഇതെന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടട്ടെന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ പിന്നെ രണ്ടാമത് ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ എന്നെ വിളിച്ചു. ഞാൻ അന്നേരം പിന്നെ ഇതുപോലെ തന്നെ ഒരു കോയിൻ കൊടുത്തു. അത് 1 പവനാണ് വിളിയുന്നത്. പിന്നെ അങ്ങനെ കോയിൻ മാത്രം പോരാ, അത് തികയത്തില്ലെന്നും പറഞ്ഞ് ഞാൻ ഒരു കമ്പലം കൂടെ കൊടുത്തു. 4 പവൻ സ്വർണ്ണവും കൊടുത്തു. 3,40,000 രൂപയ്ക്ക് കൊടുത്തു. 2017 വരെ 31 പിന്നെ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ പേര് പോലീസ് സ്റ്റേഷൻ പെരുന്നാട് പോലീസ് സ്റ്റേഷനിൽ പുള്ളി എഴുതി വെച്ചു. അപ്പോൾ ഞാൻ 2 ദിവസം അവിടെ പോയി നിന്നിട്ടും പുള്ളി വന്നില്ല. ഒരു ദിവസം 4:30 കഴിഞ്ഞുണ്ടെ അവിടെ വന്നു. അപ്പം ഞാനൊരു പിന്നെ തിരുവല്ലയിൽ ഒരു മരണത്തിൽ പോയത്. അപ്പോൾ അവിടുന്ന് പോലീസ് സ്റ്റേഷൻ എന്നെ വിളിച്ചു, അച്ഛാ ഇന്നൊരു ഇന്നലെ വന്നിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കൊടുക്കാമെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് പോയത്. അത് കഴിഞ്ഞ് ഈ സമയം വരെ എൻ്റെ ഫോൺ എടുക്കാട്ടെ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ എടുക്കാട്ടെ ചെയ്തിട്ടില്ല.
ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഇനി ഇങ്ങോട്ട് വരത്തേയില്ല. ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല. പലപ്പോഴും എൻ്റെ ഭാര്യ വിളിക്കും, കാര്യം അവിടെ സ്വർണ്ണം നഷ്ടപ്പെട്ട 4 പവൻ ഇന്ന് വരെ തരിക ഒന്നും ചെയ്തിട്ടില്ല. പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞു ഇത് അപകടമാണ്, ഇവര് സ്ഥിരം പരിപാടികളാണ്, ഇതുപോലെ ഇവരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇവർ പെട്ടെന്ന് പോയി മുൻകൂർ ജാമ്യം. പിറ്റേന്ന് 3 ദിവസം കഴിഞ്ഞപ്പോ കൊടുവൻ സ്റ്റേഷനിൽ നിന്ന് എന്നെ ഫോൺ വിളിച്ചേക്കുന്നു, DGPക്ക് ഒരു പരാതി തന്നിട്ടുണ്ട്, അവരുടെ കൊച്ചുമോളെ ആരാണ്ട് ഞാനും വൈഫും എന്റെ മോനും കൂടെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. ഈ സ്വർണ്ണ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് SI അവരെ അറസ്റ്റ് ചെയ്തതിന് SIക്കെതിരെ പോസ്കോ കേസ് അവരെ ബലാത്സംഗം ചെയ്തു എന്നും പറഞ്ഞ കല കൊടുത്തു. അത് പിന്നെ കേസ് വെറുതെ പോയി ആയിരിക്കും, അങ്ങനെ കൊടുത്താ ഞങ്ങൾക്കെതിരെ. ഇതാണ് ഇവരുടെ പരിപാടി. പൈസ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പീഡന കേസാണ്. ചെന്ന് അവരെ വീട്ടിൽ ചെല്ലല്ലേ. തട്ടിപ്പ് കേരളം കണ്ടിട്ടില്ലാത്തൊരു തട്ടിപ്പ. ഇതേ സീരിയസ് ആയിട്ട് നമ്മൾ ഉന്നതങ്ങളിലെല്ലാം ചെന്ന് പറഞ്ഞു. പത്തനംതിട്ടയിലെ വലിയൊരു സാമ്പത്തിക തട്ടിപ്പിന്റെ ഒരു വാർത്തയാണ് പുറത്തുവിടുന്നത്. ഈ സാമ്പത്തിക തട്ടിപ്പ് ഇതുവരെ ആരും അറിയാതൊരു സംഭവമാണ്. ഇത് ലോകം മുഴുവൻ അറിയേണ്ട ഒരു സംഭവം കൂടിയാണ്. അതുപോലുള്ള ഒരു തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ തട്ടിപ്പിന് ഇരയായിട്ടുള്ള നിരവധി പേരാണ് കണ്ണീരോടുകൂടി ഇവിടെ വന്നിരിക്കുന്നത്. പോലീസിൽ പരാതി കൊടുത്താലും ശരി, മറ്റെവിടെ പരാതി കൊടുത്താലും ശരി, അതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ തട്ടിപ്പ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ തട്ടിപ്പ് നടത്തുന്നത് പത്തനംതിട്ടയിലെ കോൺഗ്രസിന്റെ മുൻപുണ്ടായിരുന്ന ഒരു നേതാവാണ്. തട്ട കേന്ദ്രീകരിച്ച് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ച് അവിടെ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേരിൽ നമ്മൾ കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഈ തട്ടിപ്പിൽ വീണവർ നിരവധി പേരാണ്. അവരിപ്പോൾ എന്റെ കൂടെ എന്റെ സ്റ്റുഡിയോയിലുണ്ട്. കൂടാതെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന അവസ്ഥയാണ്. കണ്ണുനീരോടുകൂടി കഴിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെ കെട്ടുതാലി വരെ പണയം വെച്ച് പണം വാങ്ങിച്ചു, തട്ടിപ്പ് നടത്തി. ആ സ്ഥാപനം നേരെ ചൊവ്വയാലെ നടക്കുന്നത്. അങ്ങനെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി നടത്താനുള്ള യാതൊരുവിധമായ മാനദണ്ഡങ്ങളും പാലിക്കപ്പെടുന്നില്ലെന്ന് കൃത്യമായിട്ട് ഇവര് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിട്ടും ആ നടപടി എടുക്കേണ്ടവർ പോലും ഈ തട്ടിപ്പിന് കൂട്ടുന്നു എന്ന് വേണം പറയാൻ. ഈ കഥ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവർ പറയുന്ന ഇവിടെ കൊണ്ട് ഈ കഥ തീരുന്നില്ല. ഇതിന് അപ്പുറം വീണ്ടും ഒരുപാട് സംഭവങ്ങൾ കിടക്കുകയാണ്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇയാള് പലതവണ ജയിലിൽ പോയിട്ടുണ്ട്. ജയിലിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയുള്ളൂ എന്ന് പറഞ്ഞ് തട്ടിപ്പിന് വിധേയനായി ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്ന വിശ്വാസ് കുമാർ എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. കൂടാതെ മറ്റൊരു സ്ത്രീയുമുണ്ട്. ഈ സ്ത്രീയെ പറ്റിയും ഇവരെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഇപ്പോൾ ഇവരെനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യം തുടങ്ങുന്നത് 2015 ജനുവരി മാസം 10-ാം തീയതിയാണ്. തട്ടയിൽ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ക്ലിപ്തം BT 267 സ്റ്റാർട്ട് ആകുന്നത്. ഇപ്പോഴും ഈ സൊസൈറ്റി കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം 21-ാം തീയതി വൈശാഖനും ശ്രീകലയും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് എൻ്റെ വൈഫിന്റെ ചേച്ചിയുമായിട്ടുള്ള പരിചയം ചാക്കേറോപ്പിലാണ് വന്നത്. ഒന്ന് പരിചയമൊക്കെ പുതുക്കി. പന്തളം മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു, പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു. ഇപ്പം പുള്ളി തട്ടയിൽ മങ്കുഴിയിൽ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി എന്ന് പറഞ്ഞ സൊസൈറ്റി നടത്തുന്നുണ്ട്. അവിടെ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് പറഞ്ഞത് ഇവിടുത്തെ മോനെ എംകോം കഴിഞ്ഞ് നിൽക്കുകയാണെന്ന് അറിയാം. അപ്പോൾ അവിടെ ഒരു വേക്കൻസി ഉണ്ട്, അവിടെ ജോലി കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു അവിടുന്ന് അത്രയും ദൂരം വന്ന് ഇവിടെ ചോദിക്കുന്നത് വേറെ അവിടെ നാട്ടുകാരൊന്നും ഇല്ലെന്ന് ചോദിച്ചപ്പോഴാണ് അവിടെ ഒന്നും ആരും അറിയില്ല, നിങ്ങളുടെ ചേച്ചി പറഞ്ഞ അനുസരിച്ച് ഞങ്ങളിവിടെ വന്നത്, മോൻ എംകോം കഴിഞ്ഞില്ല, ഒരു പൈസയും തരണ്ട, അവിടെ വന്നങ്ങ് ചെയ്താൽ മതി, എടുക്കണമെന്ന് അറിയാം, അതാകാന്ന് പറഞ്ഞ് വന്നൊരു പരുവത്തിന് പറഞ്ഞിട്ട് അങ്ങ് പോയി. വീണ്ടും 3-ാം ദിവസം വിശാഖനും ഭാര്യയും കൂടി ഇവരിവിടെ വന്നു, സ്ത്രീകളും കൂടെ വന്ന് ബാങ്ക് ഡയറക്ട് ബോർഡ് ഉപയോഗം കൂടി അവിടെ ഒരു 10 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്യണം, നിങ്ങൾക്ക് മാർച്ച് 28 ചെക്ക് ചെയ്യാൻ തരാം, അന്നേരം ജില്ലാ ബാങ്കിൽ നിന്ന് പിൻവലിക്കാം എന്നും പറഞ്ഞ് നിർബന്ധം പറഞ്ഞു. അവിടെ പറഞ്ഞ പൈസ വേണ്ടെന്ന് പറഞ്ഞില്ലയോ, പിന്നെ അതല്ല ഡിപ്പോസിറ്റ് ആണ്, പലിശ ഉൾപ്പെടെ തരുമെന്നും പറഞ്ഞ് ക്യാൻവാസ് ചെയ്ത് എൻ്റെ ഭാര്യയുടെ ആഭരണങ്ങൾ പൈസയൊന്നും കയ്യിലില്ലായിരുന്നു, വീട് പണിയെല്ലാം കഴിഞ്ഞ സമയമായിരുന്നു. വേണ്ടാന്ന് പറഞ്ഞിട്ടും നിർബന്ധം വന്നു പണയം വെച്ച് 6,52,000 രൂപ കൊടുത്തു. അത് കൂടാതെ കടമായിട്ട് 1 ലക്ഷം രൂപ വേറെ വാങ്ങിച്ചു. അങ്ങനെ എൻ്റെ അത്രയും പൈസ വാങ്ങിച്ചിട്ട് പോയിട്ട് ചെക്ക്. പിന്നെ ഇവരെ ഞാൻ അത് കഴിഞ്ഞ് ഈ സമയമായപ്പോൾ അതിന് മുമ്പ് വിളിക്കുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അതിൻ്റെ ഓഡിയോ എല്ലാം ഉണ്ട്, തരാൻ ഒരു കുഴപ്പമില്ല, ബാങ്കിൽ ചെന്നാൽ മതി, ആ സമയത്ത് കിട്ടും, അവിടെ സേഫ് ആണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ മോന്റെ പേരിലാണോ വിടാൻ, അങ്ങനെ അത് വേണ്ട, ബോർഡ് ഞങ്ങളുടെ ബാങ്കിന്റെ പേരിലും കിട്ടാൻ മതി.
എന്നും പറഞ്ഞാണ് ഇത് നടക്കുന്നത്. പിന്നീട് ഇതുപോലെ ചെക്ക് ആ സമയമായപ്പോൾ ഞാൻ കേരള ബാങ്ക് ഇവിടെ ജില്ലാ സഹകരണ ബാങ്കിൽ വന്ന് ചെക്ക് കൊടുക്കുമ്പോഴാണ് ഈ വിശാഖൻ്റെ ചെക്കിനകത്ത് ഇതിൻ്റെ അക്കൗണ്ടിൽ 600 രൂപയുള്ളൂ. ബാങ്കിൽ ഇരുന്നുകൊണ്ട് തന്നെ പുള്ളിയെ വിളിക്കുന്നു, പുള്ളി ഫോൺ എടുക്കുന്നില്ല. പിന്നെ 3 കോൾ വിളിച്ച് കഴിഞ്ഞപ്പോൾ 3ാമത്തെ കോളിന് പറഞ്ഞു എനിക്ക് ഇച്ചിരി അസുഖം കൂടുതലാണ്, ഞാൻ എറണാകുളത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, അതായത് അങ്ങനെ. ഞാൻ പറഞ്ഞാൽ പറ്റത്തില്ല, അത് ശരിയല്ലല്ലോ, അത് ന്യായമല്ലല്ലോ, എന്നോട് ഇന്നത്തെ ഡേറ്റിലേ പറഞ്ഞത്. എന്നിട്ട് ഇയാൾ ബാങ്കിൽ ഞങ്ങൾ ചെന്നു. ബാങ്കിൽ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് പറയുക അത് വിശാഖൻ സാറിൻ്റെ ഇത് വാങ്ങിയിട്ട് പൈസയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സത്യമാണ്, പക്ഷേ പലിശ ഉൾപ്പെടെ തരും അതായതാന്നൊക്കെ പറഞ്ഞവരൊഴുപ്പി. പിന്നെ എൻ്റെ ഭാര്യ ഞങ്ങളൊന്നുമില്ല, വീട്ടിൽ ചെന്നപ്പോൾ ഇവരെ കഥ ഒന്നെല്ലാം അടച്ച് കോളിംഗ് ബെല്ല് ഓഫ് ചെയ്ത് ഡോറും എല്ലാം പൂട്ടിയിട്ട് ഭാര്യയും ഭർത്താവും കൂടെ മേളിലെ തന്നിലേക്ക് കയറി അങ്ങ് ഇരിക്കുക. എൻ്റെ വീട്ടുകാരി ഒറ്റയ്ക്ക് ആ മുറ്റത്തിരുന്ന് വിളിച്ചു പോവുക. നാട്ടുകാരും കൂടിയിട്ടുണ്ട് അയലോകത്തൊക്കെ. സംഭവം ഒന്നും ഞങ്ങൾ അറിയുന്നില്ല. അന്നേരമാണ് കുറേശ്ശെ പറയുന്നത് ആൾക്കാർ അവിടെ പറയുന്നത് ഒരു ഭയങ്കര തട്ടിപ്പുകാരായിരുന്നു. നേരത്തെ ഇതുപോലെ ചാനലിലൊക്കെ വന്നിട്ടുണ്ട്, പലർക്കും ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ. ഇയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. അടൂർ ഒരു ജൂലിയർക്കാരൻ്റെ നിന്ന് സ്വർണം വാങ്ങിച്ചിട്ട് കള്ളച്ചെക്ക് കൊടുത്തിട്ട് അതും അവർ കേസാക്കി പോലീസ് കൊണ്ടുപോയി റിമാൻഡ് ചെയ്ത്. സംഭവം ഒന്നും നമ്മൾ അറിയുന്നില്ല, ഞെട്ടിപ്പോയി. പിന്നെ അവിടെ ചെല്ലുമ്പോഴാണ് സംഭവം അറിയുന്നത്. ഉടൻ തന്നെ ഞങ്ങൾ കൊടുമൺ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. കൊടുമൺ സ്റ്റേഷനിൽ കൊടുത്തു, പത്തനംതിട്ട SP പരാതി കൊടുത്തു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ പരാതി കൊടുത്തു. അതങ്ങനെ അന്വേഷണം നയിക്കുന്നു. അപ്പോൾ ഇയാളുടെ ഒരു വക്കീലുണ്ട്, അഡ്വക്കേറ്റ് മോഹൻ ബാബു എന്നും പറഞ്ഞു. അങ്ങനെ കൊണ്ടൊരു അഡ്വാൻസ് ആയിട്ട് കേസ് കൊടുത്തെന്ന് പറയുമ്പോൾ അഡ്വാൻസ് ആയിട്ട് ഒരു ലെറ്റർ നമുക്ക് കോടതിയിൽ വരികയാണ്. നിങ്ങൾക്ക് 5 ലക്ഷം രൂപ തന്നു, ബാക്കി ക്യാഷ് എനിക്ക് MA സീറ്റിൽ ഒരു കേസ് ആക്സിഡന്റ് കേസ് കിട്ടാനുണ്ട്, അന്നേരം തരും. അതുവരെ എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങളെ ശല്യം ചെയ്യുകയോ എന്നെ ഫോണിൽ കൂടെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യരുത്. ഞാനൊരു രോഗിയാണ് എന്നുള്ള രീതിയിൽ വക്കീലിന്റെ അത് ഞാനിവിടെ ഹാജരാക്കിയിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതാണ് സംഭവം. ഇവർക്ക് ഇങ്ങനെ ഒത്തിരി തട്ടിപ്പ് പിന്നീടാണ് അറിയുന്നത്. ഞങ്ങളുടെ ആ ബാച്ചിൽ ആ കൂട്ടത്തിൽ തന്നെ ആ സമയത്ത് അടുത്തടുത്ത സമയത്ത് തന്നെ 18, 10, 12 പേരുടെ തട്ടിപ്പ് ഇതുപോലെ നടത്തിയിട്ടുണ്ട്. അത് ഭീകരമായ തുകയാണ്. എൻ്റെ 7 ലക്ഷം ആണെങ്കിൽ പലരുടെയും 12, 18, 19 ലക്ഷം രൂപ ഓരോ വൈഫിന് വേണ്ടിയാകും. 2 വയസ്സിന് വേണ്ടിയുള്ള ജോലി. ഞങ്ങളൊരു അടുത്ത സുഹൃത്തും കുടുംബ സുഹൃത്തുമാണ്, ബന്ധുവാണ് വൈഫിന്റെ ഈ വൈശാഖൻ. അപ്പം ഇത് നമുക്ക് ഒരു സൊസൈറ്റി പോയിട്ട് തുടങ്ങിയതാണ്. ഒരു ജോലിക്ക് വേണ്ടി നമുക്ക് വേറെ ആളുണ്ട്, അവർ പിന്മാറുകയാണ്. അതിന് പകരം നമുക്ക് കൊടുക്കാം 5 ലക്ഷം രൂപയാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് 5 ലക്ഷം രൂപ ഞാൻ ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് കൊടുത്തത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കൊടുത്തു. ഇദ്ദേഹം വൈഫും ഉണ്ടായിരുന്നു, വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് വൈഫിനോട് ഈ ബാങ്കിൽ ചെല്ലാൻ പറഞ്ഞു. വൈഫ് ബാങ്കിൽ ചെന്നു. അപ്പം അന്ന് വൈഫിന് HDC ഇല്ലായിരുന്നു. അങ്ങനെ HDC എടുക്കാൻ വേണ്ടി പുത്തൂർ, നമ്മുടെ കൊടകര പുത്തൂരുള്ള നെടുത്തൂര്, അവിടുത്തെ സ്കൂളിൽ പോയി. അതും 2 വർഷം അവിടുത്തെ ഈ ക്ലാസ്. അപ്പൊ അത് പകരം ആ സമയത്ത് വേറെ ആൾക്കാരെ എടുത്തുണ്ട്. പക്ഷെ പൈസ കൊടുത്തെടുത്തതെന്ന് പറഞ്ഞില്ല, പകരം നിൽക്കുന്നതാണ്. അവരും നമ്മൾ പിന്നീട് പെർമനന്റ് ആവുന്ന പറഞ്ഞിട്ട് എന്റെ വൈഫ് പോകുന്ന സമയത്ത് എന്റെ വൈഫിന്റെ സാധനത്തിൽ ഒപ്പിട്ടുകൊണ്ട് തന്നെ അവർക്ക് പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു. വൈഫ് പിന്നെ ആ ബാങ്കിലോട്ട് പോയിട്ടേ ഇല്ല. അന്ന് വിനോദേട്ടൻ എന്ന് പറഞ്ഞ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം അവിടുത്തെ പിയൂണായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അന്നേരം അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇദ്ദേഹം അതിനുശേഷമാണ് എനിക്ക് ഈ പത്രത്തിലുള്ള ഇത് പൈസ തട്ടിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജോലി വേണ്ട എന്ന രീതിയിൽ പറഞ്ഞു പൈസ തരാം എന്ന് പറഞ്ഞ് പകരം വേറെ ഏതോ ഒരു സ്ത്രീയുടെ ചെക്ക് തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ആ ചെക്ക് വേണ്ട, എനിക്ക് നിങ്ങൾ തരുന്ന ചെക്ക് മതി എന്ന് പറഞ്ഞു. ആ തരും എന്ന് പറഞ്ഞു. പിന്നെ അയാളെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ അസഭ്യം പറയുകയും നമുക്ക് എന്റെ വൈഫിനെതിരെ കേസ് കൊടുക്കും. കാരണം ആ ബാങ്കില് പൈസ എന്റെ വൈഫ് മുക്കി എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം 2 വർഷം അവിടെ പഠിക്കുന്ന സമയം കൊണ്ട് പൈസ എന്റെ വൈഫ് എടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുകയും നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് നമ്മളെ മാറ്റി വെച്ചു. പിന്നെ നമ്മൾ നഷ്ടങ്ങൾ സംഭവിച്ചു പോയി. പക്ഷെ അതിനുശേഷമാണ് ഇത് പറഞ്ഞ ഇത്രയും മകൾക്ക് എന്റെ മകൾക്ക് കൂടെ നിൽക്കുകയാണ്. എന്റെ മകനും 2 കുട്ടികളും ഒരു 2.5 വർഷം കൊണ്ട് അവരുടെ കൂടെയാണ് നിൽക്കുന്നത്. അവർ മങ്കുഴിയിലാണ് പഠിക്കുന്നത്. ജോലിക്ക് വീട്ടിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ജോലി മേടിച്ച് ഞാൻ പറഞ്ഞ് അവരെ വീട്ടിൽ നിന്ന് വാടകയ്ക്ക് റൂമിൽ എവിടെ എടുത്ത് റൂമിൽ കൊണ്ടുവന്നു. ഇപ്പോൾ എൻ്റെ മകളെയും കുട്ടികളെയും കൂടെ അവിടെ ഒരാഴ്ച താമസിപ്പിച്ചിട്ട് വേളയിൽ നമുക്ക് നീ വീട്ടിൽ പോകാൻ പറഞ്ഞാൽ അവരെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നു. വീട്ടിൽ വിളിച്ചുകൊണ്ട് ടൂറിസ്റ്റ് സിസ്റ്റേഴ്സ് അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് സൊസൈറ്റിയിൽ ഒരു പഴയ സൊസൈറ്റി നടന്നുകൊണ്ടിരിക്കുന്ന സൊസൈറ്റിയാണ്. അത് അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ഏതാണ്ട് ശമ്പളം കൊടുക്കുന്നുണ്ടെന്ന് അവർ പറയുന്നു. ഇപ്പോൾ 2.5 വർഷം കൊണ്ട് അവരുടെ കൂടെയാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വരികയോ ഞങ്ങളെ വിളിക്കുകയോ യാതൊന്നും കാണുന്നില്ല. അപ്പൊ എനിക്ക് മോളെയും മകളെയും ഇവിടുന്ന് ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്താം. പൈസ നഷ്ടപ്പെട്ടു. 14,47,000 രൂപ ഞാൻ കൊടുത്തു. 14,47,000 രൂപ പലപ്പോഴായിട്ട് കാശായിട്ട്. ആദ്യം 50,000 രൂപ JR കൊടുക്കണം, ജോയിന്റ് രജിസ്ട്രാർ കൊടുക്കണം. പിന്നെ 5 ലക്ഷം രൂപ പാർട്ടിക്കാർ കൊടുക്കണം. അത് തിരിച്ചു കിട്ടുന്നതല്ല, പാർട്ടിക്കാർ കൊടുക്കാൻ അവരുടെ എല്ലാം ഇതാണ്.
പിന്നെ FD ചെയ്യണം, മുളക്കര ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, പിന്നെ 2 ലക്ഷം രൂപ ആലപ്പുഴ സഹകരണ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, പിന്നെ പത്തനംതിട്ട ജില്ലാ ബാങ്കിൽ 2 ലക്ഷം ചെയ്യണം. അങ്ങനെ പല പ്രാവശ്യമായിട്ട് എൻ്റെ മോളിൽ നിന്നും മേടിച്ച് അവർ കൈകാര്യം. ഇപ്പോഴും അവൻ്റെ കസ്റ്റഡിയിലാണ് താമസിക്കുന്നത്. മക്കളുണ്ട്. മക്കൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇവിടെ NSS ഹയർ സെക്കൻഡറി സ്കൂൾ മങ്കുഴി പഠിക്കുകയാണ്. ഇവിടെ വീടിനടുത്താണ്. അവിടെ നിന്നാണ് പോവുകയും വരികയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർഷം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇനിയും അതൊരു പ്രശ്നമാണെങ്കിൽ ഒന്നുമില്ല, വിളിക്കാറില്ല. മോള് ആ ബാങ്കിൽ ജോലിക്കാരിയാണ് ഇപ്പോഴും. അവർക്ക് പരാതി ഒന്നുമില്ല. എന്റെ കുട്ടികളെ വിട്ടണ്ടേ, കൊച്ചുങ്ങൾ പോയിട്ട് 2 വർഷം. ഭർത്താവും ഭാര്യനെ പണിയിക്കുക, അയാൾ വേറെ സ്ത്രീയായിട്ട് ഇപ്പൊ താമസിക്കുകയാണ്. അപ്പൊ ആ ഒരു ബന്ധം ഇനി ശരിയാവത്തില്ല. ഇനി അവർ ഡിവോഴ്സിന് വേണ്ടി എന്റെ 3,40,000 രൂപ പോയി. എന്റെ മോന് ബാങ്ക് ജോലി കൊടുക്കുക. അന്ന് ജില്ലാ ബാങ്കായിരുന്നു, 2015 സംഭവം. അന്ന് എൻ്റെ മോൻ +2 പഠിക്കുന്ന സമയത്തായിരുന്നു. എന്നെ ഇങ്ങനെ വിശാഖനും കലച്ചുകൊണ്ട് പരിചയപ്പെട്ടു. അച്ഛൻ്റെ എൻ്റെ ഡീറ്റെയിൽ എല്ലാം അറിഞ്ഞിട്ട് അച്ഛൻ്റെ മോനെ ഞാൻ ബാങ്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുക. അന്ന് ജില്ലാ ബാങ്ക്, കേരള ബാങ്ക് ആയില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു, സാറേ എന്തോ പ്യൂണായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇച്ചിരി പൈസ അച്ഛൻ ഡിപ്പോസിറ്റ് ചെയ്യണം. ആ ജോലി ഞാൻ പറഞ്ഞത് നല്ല കാര്യമാണ്, പ്യൂണായിട്ടൊക്കെ എടുക്കാൻ പറ്റും, കമ്മിറ്റിക്കാർക്കൊക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഒന്നീ പാർട്ട് ടൈം അല്ലേ പ്യൂണ്, ആ പ്യൂണായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ 15 കഴിയുമ്പോൾ ഡിഗ്രി കഴിയും, അപ്പോൾ അതിന് മുന്നേ കിട്ടണം, കയറ്റാൻ വെച്ചാൽ ഇച്ചിരി പൈസ ഒക്കെ തന്നാൽ മതി. ഞാൻ പുള്ളിയുടെ അല്ലെങ്കിൽ ഇത്ര പൈസ കൊടുത്തു. ഈ പുള്ളി 3,40,000 രൂപ പലപ്പോഴായിട്ട് കൊടുത്തു. അത് ഇവർക്ക് ഈ സാറ് പറഞ്ഞു രജിസ്ട്രാർ കൊടുക്കണം, അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ മുന്നോട്ട് വിട്ടു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, സാറ് ഇത് മോനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ പ്യൂണായിട്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം വേണ്ട അച്ഛാ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ മുന്നോട്ട് തള്ളി വിട്ടു. 2017 പുള്ളിക്ക് ഒരു അപകടം ഉണ്ടായതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ 4 പവൻ സ്വർണ്ണം എന്താ പുള്ളിയുടെ വിജയം കച്ചാടണം, പുള്ളിയുടെ പേരൊക്കെ മറന്നുപോയി. ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ 60,000 രൂപയാകും. അപ്പം ഞാൻ അവിടെ ഓടിച്ചെന്ന് തന്നെ കയ്യാ കിടന്ന വളരെ 2.5 പവൻ്റെ ഇതെന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടട്ടെന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ പിന്നെ രണ്ടാമത് ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ എന്നെ വിളിച്ചു. ഞാൻ അന്നേരം പിന്നെ ഇതുപോലെ തന്നെ ഒരു കോയിൻ കൊടുത്തു. അത് 1 പവനാണ് വിളിയുന്നത്. പിന്നെ അങ്ങനെ കോയിൻ മാത്രം പോയാൽ അത് തികയത്തില്ലെന്നും പറഞ്ഞ് ഞാൻ ഒരു കമ്പലം കൊണ്ട് കൊടുത്തു. 4 പവൻ സ്വർണ്ണവും കൊടുത്തു. 3,40,000 രൂപയ്ക്ക് കൊടുത്തു. 2017 വരെ പൈസ ഇങ്ങനെ തന്നേരം എനിക്ക് പലിശ ഒന്നും വേണ്ട, അച്ഛൻ പലിശ സഹിതം തരാമെന്ന് പറഞ്ഞു. പുള്ളിയുടെ കയ്യിലാണ് കൊടുത്തത്. പുള്ളി ബാങ്കിൽ ഇട്ടോളാം. പുള്ളി ബാങ്കിലെ അക്കൗണ്ടന്റ് എന്തോ ഒരു ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യനാണ്, കോൺഗ്രസ്സുകാരനാണ്. ഞാനും അത് തന്നെ സത്യം പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഏതായാലും ഇടപെട്ടു. ഇന്ന് വരെ എന്നല്ല 2019 വരെ ഞാൻ പുറകെ നടന്നിട്ട് ഞാൻ പിന്നെ SP പത്തനംതിട്ട കൊടുത്തു. SP-യെ കണ്ടു, കുറച്ച് സാറേ ഇന്ന പോലെയൊക്കെയുള്ള കാര്യം ഡീറ്റെയിൽ ഒക്കെ കേസ് കൊടുക്കാനെല്ലാം ചെയ്തു. അപ്പം പുള്ളി എനിക്ക് 2019 ഒരു ചെക്ക് തന്നു. ഇതിനകത്ത് പൊന്നമ്മ എന്നുള്ളതാ. ഞാൻ ആ 2019 പൊന്നമ്മ എനിക്കറിയത്തില്ലല്ലോ, ഇല്ല അത് അവരുടെ 2 ബന്ധുവാണ്. ഞാൻ ചോദിച്ചത് അതൊരു അധ്യാപിക ബന്ധുവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ചെക്ക് സൊസൈറ്റി കൊടുത്തു, വടശ്ശേരിക്കര സൊസൈറ്റിയിൽ നിന്ന് അവര് SBI വടശ്ശേരിക്കര കൊടുത്തോണ്ടേ ഇവര് പറഞ്ഞു ഈ ചെക്കിനകത്ത് പൈസ ഇല്ലെന്ന് പറഞ്ഞു. അതാണ്ട് പുറകെല്ലാം സീലെല്ലാം അടിച്ചേക്കും. അപ്പൊ ഞാൻ ഉടനെ പുള്ളിയെ വിളിച്ചുടനെ പുള്ളി പറഞ്ഞു, അച്ഛാ ആ ചെക്ക് ഇനി കൊടുക്കണ്ട, ഞാൻ പൈസ ആയിട്ട് വിളിക്കാന്ന് പറഞ്ഞു. അത് തന്നെ ഒരു ചതിവായിരുന്നു. എന്നിട്ട് ഞാൻ 6 മാസം വരെ ഇങ്ങനെ നോക്കിയാ പുള്ളി ഇപ്പം വിളിക്കലോ ഇട്ടിട്ട് കൊടുത്താൽ പിന്നെ ഈ ചെക്ക് മടങ്ങിയാൽ പിന്നെ ഇവരെടുക്കത്തില്ലല്ലോ. 6 മാസം തന്നെ ഞാൻ വിളിച്ചോണ്ടേ പറഞ്ഞു. പുള്ളി ഏതാണ്ട് ചിരിച്ച് നമ്മളെ കളിയാക്കുന്ന രീതിയിൽ ഞാൻ പിന്നെ അടുത്ത ദിവസം വീട്ടിക്കാറുമായിട്ട് എന്നൊന്നേ പറഞ്ഞു ഇന്ന പോലെ കാര്യം എന്നൊക്കെ. അച്ഛാന്ന് വെയിറ്റ് ചെയ്യേ, അച്ഛാ നല്ല മനുഷ്യൻ്റെ അല്ലയോ, എന്തോ പേടിക്കുന്ന ഞാനില്ലയോ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ എന്നിട്ട് 2020 ജനുവരി മാസം 31 പിന്നെ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ പെരുന്നാട് പോലീസ് സ്റ്റേഷനിൽ പുള്ളി എഴുതി വെച്ചു. അപ്പോൾ ഞാൻ 2 ദിവസം അവിടെ പോയി നിന്നും പുള്ളി വന്നില്ല. ഒരു ദിവസം 4:30 കഴിഞ്ഞുടനെ അവിടെ വന്നു. അപ്പം ഞാനൊരു പിന്നെ തിരുവല്ലയിൽ ഒരു മരണത്തിൽ പോയി. അപ്പോൾ അവിടുന്ന് പോലീസ് സ്റ്റേഷനെ വിളിച്ചു, അച്ഛാ ഇന്നൊരു ഇന്നലെ വന്നിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ അവർ കൊടുക്കാമെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് പോയത്. അത് കഴിഞ്ഞ് ഈ സമയം വരെ എൻ്റെ ഫോൺ എടുക്കാട്ടെ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ എടുക്കാട്ടെ ചെയ്തിട്ടില്ല. ഞാൻ എന്നിട്ട് എന്നോട് പിന്നെ ഞാൻ പറഞ്ഞ ഡിഗ്രി കഴിഞ്ഞ അത് സാരമില്ല, ഒരു 15 ലക്ഷം രൂപ എടുത്താം, ഞാൻ അവനെ ക്ലർക്കായിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ കോള് വേണ്ടെന്ന് പറഞ്ഞു. 2015 കാര്യം സാറേ ഇന്ന് വരെ ഇദ്ദേഹത്തിന്റെ 2019 എന്റെ 15 ഞാൻ അവിടെ ചെന്നോണ്ട് എന്നോട് പറഞ്ഞ സാറേ ഒരു 500 രൂപ എന്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ, എനിക്ക് പെട്രോൾ അടിക്കാൻ പോലും അതുപോലെ കട്ടതല്ല വന്നത്. അപ്പൊ ഞാൻ നോക്കണേ പുള്ളി CCTV വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സാറേ CCTV വെച്ചല്ലോ, എനിക്കൊരു 5000 രൂപ വെച്ച് മാസം സാറില്ല, എന്റെ പൈസ വേണേ ചില പൈസ ഞാൻ കുറച്ചും തരാം, എനിക്ക് സാറിന്റെ പൈസ ഒന്നും വേണ്ട. പുള്ളി പറഞ്ഞ അച്ഛാ പുള്ളി അങ്ങ് ചിരിക്കുവോ നമ്മളെ കാണുന്നെന്ന്, ഒരു കളിയാക്കുന്ന രീതിയിൽ. എന്നിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞറിയോ, ഇവിടെ ആരെങ്കിലും വന്ന് വഴക്കുണ്ടാക്കിയാൽ ഇത് കാണാൻ വേണ്ടി ഞാൻ വെച്ചേക്കെന്ന് പറഞ്ഞ് പരാതി കൊടുക്കാനാന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഇനി ഇങ്ങോട്ട് വരത്തേയില്ല, ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല.
പലപ്പോഴും എൻ്റെ ഭാര്യ വിളിക്കും, കാര്യം അവരുടെ സ്വർണ്ണം നഷ്ടപ്പെട്ട 4 പവൻ ഇന്നും അവിടെ തരിക ഒന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യം കൂടെ, ഞാൻ എന്റെ വൈഫ് അവരുടെ വീട്ടിൽ ചെന്ന് പൈസ ചോദിക്കാൻ ചെന്നപ്പോൾ ഇവര് ഒറ്റയ്ക്കാണ് പോയത്. മോനും ഞാനും കൂടെ അറിഞ്ഞുകൊണ്ട് വൈകിട്ട് 5 മണിയായപ്പോൾ ഞങ്ങൾ തിരക്കി ചെന്നപ്പോൾ പുള്ളിക്കാരി മുറ്റത്തിരിക്കുക. മുറ്റത്തിരുന്നപ്പോൾ ഞങ്ങൾ മുറ്റത്ത് കൂടെ ഇരുന്നു രാത്രി 9:30 വരെ ഇരുന്നപ്പോൾ കൊടുമൺ പോലീസിൽ നിന്ന് ഒരു ജീപ്പ് വന്നു. കൊടുമൺ സ്റ്റേഷന്റെ അതിർത്തിയായിട്ട് 2 പോലീസുകാരുണ്ട്. അവർ ഞങ്ങളോട് എന്തിനു വന്നു, ഏതാ സംഭവം അവര് വിളിച്ച് പറഞ്ഞാ ഞങ്ങൾ വീട് ആക്രമിക്കാൻ എന്നുള്ള രീതിയിൽ പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞു ഇത് അപകടമാ, ഇവര് സ്ഥിരം പരിപാടികളാണ്, ഇതുപോലെ ഇവരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇവർ പെട്ടെന്ന് പോയി മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ നിന്ന് ഇവര് പെട്ടെന്ന് മോഹൻ ബാബു എന്നിട്ട് അഡ്വക്കേറ്റ് കയറി മുൻകൂർ ജാമ്യം ഒന്നും എടുക്കും ഏത് കേസിനും എടുത്തിട്ട് അങ്ങ് ഇരിക്കുക. എന്നിട്ട് പുള്ളി പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കുറെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി വെച്ചിട്ടുണ്ട്. പുള്ളി ഹാർട്ടിന്റെ പകുതിയില്ല, തലയുടെ പകുതിയില്ല, അങ്ങനെയുള്ള അസുഖക്കാരനാണെന്ന് പറഞ്ഞ എല്ലാ കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ എന്നിട്ട് 9:00 രാത്രി ഇങ്ങനെ തിരിച്ചു പോകുന്നു. പിറ്റേന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ കൊടുമൺ സ്റ്റേഷനിൽ നിന്ന് എന്നെ ഫോൺ വിളിച്ചേക്കുന്നു. DGPക്ക് ഒരു പരാതി തന്നിട്ടുണ്ട്, അവരുടെ കൊച്ചുമോളെ ആരാണ്ട് ഞാനും വൈഫും എന്റെ മോനും കൂടെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. പീഡന കേസ് അന്നേരം അവരെ മെയിൽ ചെയ്യുക ഔദ്യോഗികമായിട്ട് DGPക്ക് ഉടനെ സീരിയസ് ആയിട്ട് എടുത്ത് പോസ്കോ കേസല്ലേ ആദ്യം കാണിച്ചേക്കുന്നത്. ചെന്നപ്പോ അവർക്ക് സംഭവം മനസ്സിലായി പോലീസുകാർക്ക്. അവർ പറഞ്ഞു ഇത് സ്ഥിരം പരിപാടി, കലാപരിപാടിയാണ്. ഈ സ്വർണ്ണ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് SI അവരെ അറസ്റ്റ് ചെയ്തതിന് SIക്കെതിരെ പോസ്കോ കേസ് അവരെ ബലാത്സംഗം ചെയ്തു എന്നും പറഞ്ഞ കല കൊടുത്തു. അത് പിന്നെ കേസ് വെറുതെ പോയി ആയിരിക്കും. അങ്ങനെ കൊടുത്താ ഞങ്ങൾക്ക് ഇതാണ് ഇവരുടെ പരിപാടി. പൈസ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പീഡന കേസാണ്. ചെന്ന് അവരെ വീട്ടിൽ ചെല്ലല്ലേ, CCTV വേറെ എങ്ങനല്ലേ വെളി വെച്ചേക്കുക, മുറ്റത്തൂടെ ചെല്ലാൻ പാടില്ല. റോഡ് ആരെങ്കിലും വന്നാല് അവർക്കറിയാം, പെട്ടെന്ന് ഇവര് വീട് കയറി പൊളിച്ചിരിക്കും, കഥ തുടർന്നുകൊണ്ടിരിക്കുക. തട്ടിപ്പ് കേരളം കണ്ടിട്ടില്ലാത്തൊരു തട്ടിപ്പാ. ഇതേ സീരിയസ് ആയിട്ട് നമ്മൾ ഉന്നതങ്ങളിലെല്ലാം ചെന്ന് പറഞ്ഞു അകത്താക്കോ. ഈ മോഹൻ ബാബു എന്നും പറഞ്ഞുള്ള അഡ്വക്കേറ്റ് പറഞ്ഞു അവനെ കൊണ്ട് വക്കീൽ നോട്ടീസ് മോഹൻ ഞങ്ങൾക്കെല്ലാം ചെല്ലത്തില്ലല്ലോ, ആളുകളെ പേടിപ്പിക്കാൻ പോലീസിലും ചെല്ലണ്ട, എങ്ങും പോകണം. അല്ല വേറെ രസമുണ്ട്, അവര് പറയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങിച്ചോ, അല്ലെ കോടതിയിൽ നിന്ന് വാങ്ങിച്ചോ, അല്ലെ കളക്ടറേറ്റിൽ നിന്ന് വാങ്ങിച്ചോളാൻ പറയും. ഒരു ഭയമില്ല. ഞാൻ അതുകൊണ്ട് ക്ലോസ് ചെയ്തു 2019 വയത് പോട്ടെന്ന് വെച്ചു. പൈസ ഒന്നാമത്തെ കാലം പോയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടില്ല. ഇവനെ ഉടനെ പറയും ഇവൻ എന്തെങ്കിലും വന്ന് എനിക്ക് വയ്യാത്ത നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത്. നമ്മൾക്ക് ഈ പൈസ പോയി ജയിലിലും പോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനുഷ്യന്റെ നിലവിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞ് കൊടുത്ത ക്യാഷ് മാത്രമേ ജോലിക്ക് പൈസ എന്ന് പറഞ്ഞ് മേടിച്ചിട്ടുള്ള തിരിച്ചു കൊടുത്തിട്ടുള്ളൂ. ഈ ഇദ്ദേഹത്തിന്റെ വൈഫിന്റെ പേര് രേഷ്മ എന്നാണ്, മറ്റേ തിരിച്ച് കാശ് കൊടുത്ത ആളുടെ പേരും രേഷ്മ എന്നാണ്. പിന്നെ ഈ നിമിഷം വരെ ഒരൊറ്റ മനുഷ്യർക്കും ഇതിന്റെ യാഥാർത്ഥ്യം തുടങ്ങുന്നത് 2015 ജനുവരി മാസം 10-ാം തീയതിയാണ്. തട്ടയിൽ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ക്ലിപ്തം BT 267 സ്റ്റാർട്ട് ആകുന്നത്. ഇപ്പോഴും ഈ സൊസൈറ്റി ഇത് പറയട്ടെ, അദ്ദേഹം അന്വേഷിക്കാൻ പെട്ടെന്ന് കിട്ടും. AR-ഉം JR-ഉം ഒക്കെ സ്വന്തമാണ്. സൊസൈറ്റിയുടെ മറവിൽ വൻ തട്ടിപ്പ് ഈ ശ്രീകലയുടെ മകനും ശ്രീകലയുടെ ജ്യേഷ്ഠത്തെയും തൈക്കൂട്ടത്തി സക്കീർ എന്ന് പറയുന്ന ആളും കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട്. സക്കീർ വെച്ചുപോയൊക്കെ പിന്നെ 2016 വിശാഖൻ ഈ വണ്ടിയെന്ന് വീഴുന്നു. അത് MACT കേസായിട്ട് ചിത്രീകരിച്ചു കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് അതിനേക്കാൾ വലുതെന്തോന്ന് വെച്ചാൽ 2015 30/6/2015 വിശാഖന്റെ തല സുഷിര ശസ്ത്രക്രിയയിൽ കൂടെ ഓപ്പറേഷൻ ചെയ്തതാണ്. അത് കഴിഞ്ഞാണ് വിശാഖൻ വണ്ടിയെന്ന് വീഴുന്നത്. ആ വണ്ടിയെന്ന് വീണതിന് സുബ്രഹ്മണ്യനോ മുരുകനോ അങ്ങനെ അങ്ങോട്ട് പറയുന്ന ഒരു ദൈവിക പേരുള്ള ഡോക്ടർക്ക് കാശ് കൊടുത്ത് തല ഓപ്പറേഷൻ ചെയ്താണ് ഇപ്പൊ ഈ MACT കേസ് ഇവരെ ഒപ്പിച്ചെടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ തൈക്കൂട്ടത്തി സക്കീറുമായിട്ട് ഇവർ ബിസിനസ് ചെയ്യുന്നത് 2016 2016 മാർച്ചില് ഞാൻ ഉൾപ്പെടെയുള്ളവർ കൊണ്ടു കൊടുത്ത പൈസ ജില്ലാ ബാങ്കിൽ ജോലി കൊടുക്കാം, ഇല്ലെങ്കിൽ കാശ് കൊടുക്കാമെന്നായിരുന്നു ഇവരുടെ വ്യവസ്ഥ. ഞാന് എന്റേതും എന്റെ ഭാര്യയ്ക്കും എന്റെ ചേട്ടത്തേക്കും നാട്ടുകാർക്കായിട്ടുള്ള പലർക്കും കൂടെ ചേർത്ത് 30 ലക്ഷം രൂപ. ഈ ക്യാഷ് എല്ലാം ഒന്നിച്ചല്ല കൊടുത്തിട്ടുള്ളത്, ഗഡുക്കളായിട്ടാ. എന്റെ പെണ്ണുപിള്ള വീട് ഇവിടെ ആയിരുന്നു ആയിരൂര്. അവിടുത്തെ വസ്തു വിറ്റ് അത് കൊണ്ട് കൊടുത്തു. എന്റെ വസ്തു ജില്ലാ ബാങ്കിൽ പണയം വെച്ച് 2 ട്രിപ്പായിട്ട്, ഒന്ന് പണയം വെച്ചു. അത് കഴിഞ്ഞ് വിശാഖകുമാർ ഒറ്റ ദിവസമേ എന്റെ ലോണിന് വേണ്ടി സംസാരിച്ചുള്ളൂ. പിറ്റേന്ന് എനിക്ക് ലോൺ വിളിച്ച് തരുമായിരുന്നു ജില്ലാ ബാങ്കാണ്.
ഇതില് വൻ രീതിയിലുള്ള തട്ടിപ്പ്. ഈ ശ്രീകലയാണ് ഇതിനകത്ത് യഥാർത്ഥ പ്രതി. ശ്രീകലയാണ്. ശ്രീകലയും ശ്രീകലയുടെ മോൻ കാർത്തിക് നാരായണൻ. പിന്നെ ഈ കാർത്തിക് നാരായണനും ശ്രീകലയും കൂടെ തൈക്കൂട്ടത്തി സക്കീറുമായിട്ട് കൂട്ടുപിടിച്ച ഇവരുടെ ഒരു ചേട്ടത്തിയുണ്ട് ബോംബെയിലുണ്ട്. ഞാൻ തന്നെയല്ല, എന്നെ പോലെ ഈ ചീറ്റിങ്ങിൽ ബന്ധപ്പെട്ട ആൾക്കാരെ എല്ലാം വിളിച്ചാൽ മതി. ഒരു താരാ തങ്കപ്പൻ, താരയുടെ അനിയത്തി രമ്യ, അത് കഴിഞ്ഞിട്ട് ഇവരുടെ വീട്ടിലെ സ്ഥിരം ഒരു നിത്യസംശയിട്ടുള്ള ബിന്ദു, ഇവരെ എല്ലാവരും വിളിച്ച് ചോദിച്ചാൽ ഞാൻ ഈ പറയുന്ന കഥ തന്നെ അവർ പറയത്തുള്ളൂ. അങ്ങനെ 2016 നമ്മൾ കാശ് മേടിച്ചു കൊടുത്തിട്ടുള്ളവരെല്ലാം കൂടെ എന്നെ പിടികൂടി. ഒന്നുകിൽ കാശ് തരണം, ഇല്ലെങ്കിൽ നീ നേരിട്ട് വാ, പൈസ മേടിച്ചതായി. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ പൈസ കൊടുക്കുന്നേ. അപ്പോ ഞാൻ പറഞ്ഞ് ഈ പൈസ തിരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പൊ സ്ത്രീകളെ ഞാൻ അങ്ങനെ തെറ്റുന്നു. തെറ്റിക്കഴിഞ്ഞപ്പോൾ തൈക്കൂട്ടത്തി സക്കീർ അവിടെ കാറെ വന്നു. ഭയങ്കര പൈസക്കാരനാണ്, കാണാനും സ്മാർട്ടാണ്. അന്ന് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. അപ്പം തൈക്കൂട്ടത്തിൽ എന്നെ ഇവരുടെ വീട്ടിൽ വിളിച്ചു. വിശാഖന്റെ വീട്ടിൽ, വിശാഖന്റെ ബെഡ്റൂമിൽ വെച്ച് പറഞ്ഞു, ഇങ്ങനെ $1 1 കോടി രൂപ മലേഷ്യക്കാരി ഒരുത്തി വഴി ശ്രീകല കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും വിനോദ്, അതുകൊണ്ട് സഹകരിച്ച് മുന്നോട്ട് പോകണം. വിശാഖൻ ഒരു രാഷ്ട്രീയ ഭാവിയുള്ള ആളാ, KPCCയിലൊക്കെ വരേണ്ട ആളാ, അതുകൊണ്ട് നമ്മളായിട്ടൊന്നും പറയരുത് എന്നും പറഞ്ഞൊരു വാഗ്ദാനം നൽകി. ഈ കാശ്, ഈ ഡോളർ എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊണ്ടുവന്നത് ഇതിന്റെ കാശ് മുഴുവൻ ഈ കാർത്തിക് നാരായണന്റെ കയ്യിലുണ്ട്. ഇവൻ ഇവിടുന്ന് മിസ്സിംഗ് ആയത് ഇതുകൊണ്ട് തന്നെയാണ്. ഇവൻ സ്ഥലത്തില്ല. ഇവൻ ഇപ്പൊ ആൾക്കാർ പറയുന്നു എറണാകുളത്ത് എവിടെയോ വീടെടുത്ത് വിവാഹം കഴിച്ച് ജീവിക്കുകയാണെന്ന്. പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട്. ഇവരെ എല്ലാരും വിളിക്കും. പത്തനംതിട്ട SP അദ്ദേഹത്തിന്റെ അടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ പോയപ്പോ ഈ ഇടയ്ക്ക് അദ്ദേഹം ചോദിച്ച് വിളിച്ചാൽ വരത്തില്ലയോ? ഞാൻ പറഞ്ഞ സാറേ, അതിന് സാറിനെയും നേരിട്ട് വന്ന് വിളിക്കേണ്ടി വരും. ഇതില് താരാ തങ്കപ്പൻ എന്ന് പറയുന്ന ഒരാൾക്ക് പൈസ പോയിട്ടുണ്ട്. ഇതുപോലെ തന്നെ പുള്ളിക്കാരി ഇനിയും വരാൻ വൈകുന്നു, അല്ലെങ്കിൽ എന്നോ പുള്ളിക്കാരിയുടെ പൈസ, പുള്ളി ഹരിജ സമുദായത്തിൽപ്പെട്ട പുള്ളിക്കാരി അന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അതും പ്രകാരം പോലീസ് കേസെടുത്തു. കുടുംബം അന്നിരുന്ന SI അദ്ദേഹത്തിന്റെ പേര് രാജീവ് എന്ന്. കാരണം ഞാൻ ഇതെല്ലാം പറയാൻ കാര്യം, ഞാൻ നെല്ലായിട്ട് ഇയാളെ വീട്ടിലുണ്ട്. ഇവരുടെ പൈസ മേടിച്ചാൽ ഇവരെ സാക്ഷിക്കാനാണ്. ഇവരുടെ ഇതിന് സാക്ഷിക്കാനാണ്. അതുപോലെ തന്നെ മറ്റവരുടെ പൈസ തിരിച്ചു കൊടുക്കുമ്പോഴും സാക്ഷിക്കാനാണ്. ഞാൻ അതിന് ഒപ്പിട്ടിട്ടുണ്ട്. അവരുടെ അയാൾ മരിച്ചുപോയി, രാജശേഖരക്കുറുപ്പ് എന്നായിരുന്നു പുള്ളിയുടെ പേര്. പുള്ളി അന്ന് എന്നെയും കൂടെ വെച്ചാണ് ഒപ്പിട്ട് വാങ്ങിച്ചത്. ആ പൈസ ഇവരുടെ പൈസ മേടിച്ചാണ് അവർ കൊടുത്തത്. അങ്ങനെ ഓരോന്ന്. ഇത് ആദ്യം തൊട്ട് ഇത്രയും വലിയ തട്ടിപ്പ. ഈ ഡോളറിന് കൊണ്ടുവന്ന പൈസ ഇവരുടെ കയ്യിലുണ്ട്. അതിനാണ് ഈ കള്ളത്തരത്തിൽ ഇപ്പൊ ഈ ക്ലെയിം കേസ് വരെ ഉണ്ടാക്കി ഈ പൈസ എന്നിട്ട് അതെനിക്കറിയില്ല. ഈ ശ്രീകലയുടെ ജ്യേഷ്ഠത്തി തൈക്കൂട്ടത്തി സക്കീർ പുള്ളി മരിച്ചുപോയി. പുള്ളി മരിച്ചു പോകുന്നത് ഈ സംഭവം വന്നു കഴിഞ്ഞ് ഒരു 6 മാസത്തിനുള്ളിൽ പുള്ളി മരിച്ചുപോയി. അതിനെക്കുറിച്ചൊന്നും ബാക്കി എനിക്കറിയില്ല. ഇതിൽ വൻകിട ടീമുകളുണ്ട്. കാരണം ഇയാൾക്ക് ആക്സിഡന്റ് ആയ ടൈമിൽ എറണാകുളത്തു നിന്ന് DCC അംഗങ്ങൾ വരുവാന്ന് പറഞ്ഞു ഒരുപാട് വമ്പം പൈസ ടീമുകൾ. കാരണം ഓടിക്ക് മേളിലോട്ട് വരെയുള്ള കാറിലാണ് ഇയാളുടെ വീട്ടിൽ രാത്രിയിൽ ആള് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഈ താരയുടെ കേസിൽ അന്നിരുന്ന കൊടുമൺ SI ദേവ്, അന്ന് SI മാർക്കാ ചാർജ്. അപ്പൊ SI ദേവ് ഇവിടെ വന്നു. അദ്ദേഹത്തിന്റെ പേര് രാജീവ് എന്ന്. പുള്ളി പറഞ്ഞു, നാളെ മുഖ്യമന്ത്രിയുടെ കേസിൽ നീ വന്നില്ല, നിന്നെ ഞാൻ ഇവിടെ വന്ന് പോലീസ് ഔപചാരികമായിട്ട് കൊണ്ടുപോകുന്ന പോലെ നിന്നെ കൊണ്ടുപോകുന്നു. ഞാനും അവിടെ ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് പോയി. പിറ്റേ ദിവസം ഞാൻ ഇവരുടെ ബാങ്കിലാണ്. ഞാൻ അവിടെ പോലീസ് വന്നപ്പോൾ ഈ SI ദേവം വന്ന് പിടിച്ചപ്പോൾ ഇവർ കയറിയില്ല. SI പറഞ്ഞു ആരോ രാഷ്ട്രീയക്കാരെയും കൊണ്ട് വിളിച്ചു പറയിച്ചു. അപ്പൊ തന്നെ SI തിരിച്ചുപോയി. നാളെ രാവിലെ വന്നേക്കണം, വരാമെന്നുണ്ട്. നാളെ രാവിലെ ഇവർ ചെന്നില്ല. SIക്കെതിരെ പീഡന കേസ്. സ്ത്രീകളോട് ആര് പിടിയാൻ്റെ ഉടനെ ബലാത്സംഗ കേസ് ചാർജ് ചെയ്യും ഉടൻ. പിന്നെ പുള്ളി പറയുന്നത് അവർ DYSP കുറഞ്ഞ ഒരു പോലീസുകാരെടുത്തും അവർ വരത്തില്ലെന്ന്. ഈ 2 കേസില് എന്നെ ഇവര് ഇതിൽ ഈ SIയെ ബലാത്സംഗം ചെയ്തതിന് എന്നോട് സാക്ഷി പറയണമെന്ന്. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. ഈ കേസില് ഇങ്ങനെ ഇതുണ്ട് എന്ന് പറഞ്ഞ് ഈ ചെക്ക് മുക്കി. അപ്പം ഈ ചെക്ക് മുക്കിയപ്പോൾ പോലീസ് എന്നെ വിളിപ്പിച്ചു. നീ എന്തിനാ ഒപ്പിട്ട് ചെക്ക് എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞില്ല, ഓരോ വിശാഖം കൊണ്ടുപോയി. ഈ 2 കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞുകൊണ്ടാണ് SI ബലാത്സംഗം ചെയ്തത് കണ്ടില്ലെന്നും ഈ ചെക്ക് മുക്കി എന്നുള്ളതും പറഞ്ഞതുകൊണ്ടാണ് എന്നെ കല അവോയ്ഡ് ചെയ്തതെന്ന കല എന്നോട് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നു. അതിനുശേഷം ഇവരും എല്ലാവരും വന്നതും സത്യം തന്നെയാണ്. നിങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നു? എനിക്ക് അവിടെ ജോലി ഉണ്ടായിരുന്നു. എനിക്ക് ജില്ലാ ബാങ്കിൽ ജോലി തരാമെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിർത്തി കൊന്നുപോലെ വിളിച്ചത്. 30 ലക്ഷം രൂപ എന്റെ മാത്രമല്ല, എന്റെ വസ്തു പണയം വെച്ച് 5 തട്ടി. പിന്നെ എന്റെ ഭാര്യയുടെ വസ്തു കിട്ടും. ഇത് അതുപോലെ തന്നെ ഇവരെല്ലാം പറയുന്ന ചടയമംഗലം പൊന്നമ്മ എന്ന് പറയുന്ന സ്ത്രീയാണ് ഈ തട്ടിപ്പിലെ ആദ്യത്തെ ആള്. ഈ ചടയമംഗലം പൊന്നമ്മ എന്ന് പറയുന്ന ആള് ഇവരുടെ കൂട്ടുകാരാണ് ഇത്രയും പേര്. ചടയമംഗലം പൊന്നമ്മ എന്ന് പറയുന്ന സ്ത്രീ ചടയമംഗലത്തുള്ള ഒരാളാണ്. ഈ സ്ത്രീകളെ തട്ടിപ്പ് പഠിപ്പിച്ചവരാണ്. സ്ത്രീകളെ തട്ടിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തട്ടിപ്പുകാരിയായിരുന്നു ചടയമംഗലം പൊന്നമ്മ. ഇവരൊരു വലിയ സാമ്പത്തികമുള്ള വീട്ടിലെ ഒരാളാണ്. ഇവരുടെ ഭർത്താവിനും
ക്യാൻസറിന്റെ അസുഖമാണ്. അതുപോലെ ഈ വിശാഖമാനം തലയ്ക്കകത്ത് ക്യാൻസറാണ്. തലയ്ക്കകത്ത് ക്യാൻസർ ആയിട്ടാണ് 2015 ഓപ്പറേഷൻ ചെയ്യുന്നത്, ആരെയും അറിയിക്കാതെ. അതിന് തെരഞ്ഞെടുത്ത ദിവസം തന്നെ ജില്ലാ ബാങ്കുകാര് ഈ ജമ്മു കാശ്മീരിൽ ടൂർ പോയി. ആ ദിവസമാണ് സെലക്ട് ചെയ്ത് കാശ് തികയാതെ വന്നപ്പോൾ അന്ന് വിശാഖമാർ വിളിച്ചു പറഞ്ഞ കേക്ക് ഈ പല സ്വർണ്ണക്കടക്കാര് അറസ്റ്റ് ചെയ്തെന്ന് പറയുന്ന കേസ് സത്യസന്ധമായ കേസാണ്. അതിലെ ഒരു താപ്പാനയാണ് പാറത്തോട് ഗിരിജ. അവര് പാർട്ടിയുടെ ആരാണ്ടാണ്, അവരുടെ കെയർ ഓഫിലാണ് 50 പവൻ വിശാഖകുമാർ ഈ അടൂര് വനിതാ ജുവലറി വാങ്ങുന്നത്. ആ ടൈമിൽ ഞാനും ഇവരുടെ കൂടെ ഉണ്ട്. പക്ഷെ ഇവരുടെ കൂടെ ഞാനിത് പൈസ കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ പൈസ കൊടുക്കാറുണ്ട്. അന്ന് ഇയാൾ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ചെക്ക് കൊടുത്തിട്ട് ഇയാൾ ആർക്ക് ചെക്ക് കൊടുത്തു? ഇതാണ് ഇയാളുടെ ഒറിജിനൽ ഒപ്പ്, ഇതേ ഉള്ളൂ. ബാക്കിയെല്ലാം കലയിടുന്ന ആളുടെ മുഖ്യമന്ത്രിയുടെ ഒപ്പ് വരെ കലയിടുന്നു, കണ്ടാൽ മതി. ഇത് മാത്രമേ ഉള്ളൂ അയാളുടെ സത്യസന്ധമായ ഒപ്പ് ഇതാണ്. അതിനുശേഷം സ്ത്രീകല ആരുടെ ഒപ്പ് വിടും. പിന്നെ അവിടെ ബോർഡ്, ഈ ബാങ്കിൽ ബോർഡുണ്ട്. ഈ ബോർഡ് മെമ്പർമാരെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2015 ഇതിന് ബോർഡ് 15 ബോർഡ് മെമ്പർ 14 ബോർഡ് മെമ്പർമാരും ഉണ്ടായിരുന്നു. രവീന്ദ്രൻ നായർ, CK രവീന്ദ്രൻ നായർ ഒന്ന്, പുള്ളിയായിരുന്നു അതിന്റെ സെക്രട്ടറി. ബോർഡുണ്ട്. ഇപ്പൊ നിലവിൽ ബോർഡില്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റും. ഇത് പ്രവർത്തിക്കാൻ പറ്റുമോ എന്ന് ബോർഡിന്റെ അംഗങ്ങളുടെ പേര് സഹിതം ജയാലെ കൊടുത്ത് അങ്ങനെയുള്ള സാക്ഷ്യം വാങ്ങുന്നത്. ആ സാക്ഷ്യം വാങ്ങിച്ചു. അതിനുശേഷം ഈ ബോർഡംഗങ്ങളെല്ലാം പോയി പറഞ്ഞു, സാർ ഇത് തട്ടിപ്പാണെന്ന് ജയാനോട് പോയി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഈ ബാങ്കിനെതിരെ നടപടിയെടുത്തില്ലെന്ന് നമുക്കറിയില്ല. പിന്നീടാണ് പലരെയും പറ്റിച്ചത്. ഇദ്ദേഹത്തിന് ഒക്കെ പരിചയം. അതിനുശേഷം ഈ ബോർഡുകളായി കൂടാറില്ല. നേരിട്ട് പരാതി കൊടുത്ത പൂട്ടിയിട്ടിട്ട് പോലും നാട്ടുകാർ കയറി പൂട്ടിട്ട് പോലും തല്ലി തുറന്ന് വീണ്ടും അത് മേലുന്ന ഓർഡർ ബാങ്കിന്റെ സഹകരണ സംഘ സെക്രട്ടറി ഉണ്ടാവണം. 2017 നവംബറിലാണ് ഇദ്ദേഹത്തിന്റെ വൈഫ് അവിടെ ജോലിക്ക് വരുന്നത്. ആ പരീക്ഷ തന്നെ തട്ടിപ്പായിരുന്നു. 7 8 ആ പരീക്ഷ നടത്തി അത്രയും പേരെ വിളിച്ചാൽ മതി, അവരെത്ര വെച്ചാ കൊടുത്തേക്കുന്നതെന്ന് അറിയാം. സാറേ, ഒരു രസം കൂടെ പറയാനുണ്ട്. എന്റെ മോന് ജോലി കിട്ടിയെന്ന് പറഞ്ഞ് 3 മാസം ശമ്പളം തന്നു. ഓരോ മാസം 15,000 രൂപ വെച്ച് അങ്ങനെ 3 മാസം തന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതിന്റെ ഓർഡറില്ല, അപ്പോയിന്റ് ഓർഡറില്ല. അച്ഛാ, അതിപ്പോ അവന് അവധിയില്ല, 6 മാസം കഴിയുമ്പോൾ അവനോട് വരും, അന്നേരം കൊടുത്തോളാം. അത് നോക്കിക്കോണം, ഏതവനും വിശ്വസിക്കത്തില്ല. ജോലി കിട്ടി 3 മാസം 15,000 രൂപ വെച്ച് തന്നു, ഓരോ മാസം 15,000 രൂപ വെച്ച് അങ്ങനെ 45,000 രൂപ എനിക്ക് തന്നു. കള്ളൊന്നും പറയത്തില്ല. 3,48,000 രൂപ പോയി. 4 തട്ടിപ്പാണ് ഇയാൾ തട്ടിപ്പാണെന്ന് ഞാൻ വിശ്വസിക്കാതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ അടുത്തുള്ള ഒരു കൊച്ചിന്റെ അച്ഛൻ മരിച്ചു പോയി. അതിന് ആശ്രിത നിയമനത്തിന് ഉമ്മൻചാണ്ടി സാറിന്റെ ക്യാബിനിൽ നേരിട്ട് പോകുമ്പോൾ ഞാനുണ്ട് കൂടെ. അങ്ങനെ ചെന്ന് ആ കൊച്ചിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. അത്രയ്ക്ക് ബന്ധമുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറ് ഇവരുടെ വീട്ടിൽ 2017 കുടുംബ സംഗമത്തിന് വന്നപ്പോഴാണ് അവസാനമായിട്ട് തൈക്കൂട്ടത്തി സക്കീറിനെ ഞാൻ കാണുന്നത്. അന്ന് പോയ സക്കീർ പിന്നെ അദ്ദേഹം മരിച്ചെന്ന് പറഞ്ഞവന് എനിക്ക് അതിന്റെ പിന്നാമ്പറ ഒന്നും അറിയില്ല. ഇത്രയും കാര്യങ്ങൾ നടന്നത് എനിക്കറിയാം.